കേരള തമിഴ്നാട് അതിർത്തിയിലെ നരിക്കൊല്ലിയിൽ പറമ്പിൽ ഷാജിയുടെ വീട്ടിൽ ഈ പോർച്ചിലാണ് പുലി കിടന്നിരുന്നത്. ഫോട്ടോയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ബൊലേറോ ജീപ്പ് നിർത്തിയിരുന്നു, അതിനരികിൽ ആണ് പുലി കിടന്നിരുന്നത്. ഏതാണ്ട് 2-3 മണിക്കൂർ സമയം ഇവിടെ ഉണ്ടായിരുന്നു. അവശ നിലയിൽ കണ്ടെത്തിയ പുലിക്ക് അവശതയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പുലിക്കായി തിരച്ചിൽ നടത്തുന്നുണ്ട്. വീട്ടുകാർ പുറത്തുപോയി തിരിച്ചെത്തിയപ്പോഴാണ് പെട്ടെന്ന് ഈ പോർച്ചിൽ ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്ത്? വീട്ടിലുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 5:45-6 മണിയോട് കൂടിയാണ് വീട്ടിലേക്ക് വന്നതേ. ഇവൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ബെങ്കോ എടുക്കാൻ ഇവിടേക്കൊക്കെ വണ്ടിയിൽ വന്ന് ബെങ്കോ എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പോൾ ഇവനെ കണ്ട് പുലി മുരങ്ങി. ഇവൻ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. അപ്പോൾ ഈ പുലി എന്നെ പുലി കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കരഞ്ഞോണ്ട് ഓടി വന്നപ്പോൾ ഞാൻ ഓർത്ത വെറുതെ ആയിരിക്കുമെന്ന്. തിരിച്ച് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ പുലി കിടക്കുക. ഞാനാകെ ഞെട്ടി പേടിച്ചു പോയി. പിന്നെ 2-3 മണിക്കൂർ എല്ലാവരും വന്നു. 2-3 മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തോട്ടത്തിൽ പോയി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഒരു 12:30 വരെ. 12:30 വരെ തോട്ടത്തിൽ? 12:30 വരെ തോട്ടത്തിൽ കിടന്നു. ഫോറസ്റ്റുകാരെല്ലാവരും ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാർ, പോലീസുകാർ, എല്ലാവരും, നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും ഫോറസ്റ്റുകാർ എന്താ പറയുന്നത്? തമിഴ്നാട് ഫോറസ്റ്റ് പറയുന്നത് അവർക്ക് വെടിവെക്കാനുള്ള ഓർഡറൊന്നുമില്ല. കൂട് വെച്ച് പരിക്കുണ്ടോ? പരിക്ക് അങ്ങനെ അവശതയുണ്ട് കുറച്ച്. അത്ര ആക്റ്റീവ് അല്ല പുലി. എന്തോ ഒരു അവശതയുണ്ട് എന്നാണ് ഷാജിയും പറയുന്നത്. തമിഴ്നാട് വനപാലകർ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൂട് ഈ സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. കൂട് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരുന്നു. ഈ അതിർത്തിയോട് ചേർന്ന് ഈ കേരളത്തിന്റെ ഭാഗത്ത് കുറേ ദിവസങ്ങളായി പുലിയുടെ സാന്നിധ്യമുണ്ട്. ഏതാണ്ട് 12 വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചിരുന്നു. പക്ഷേ ആ പുലി തന്നെയാണോ ഇപ്പുറത്തുള്ളത് എന്ന് സ്ഥിരീകരിക്കാനാവില്ല. മാത്രമല്ല കുറച്ച് ദൂരെയുമാണ്. ഇന്നലെ അതേ സമയത്ത് അവിടെ പുലി ഒരു വളർത്തുമൃഗ ആക്രമിച്ചു എന്നും പറയുന്നു. എന്തായാലും ഈ അതിർത്തി മേഖല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്താൽ ആകെ ആശങ്കയിലാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.